Motorola side is our next budget level smartphone launch ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു മോഡൽ നമുക്കൊരു 12,000 ബഡ്ജറ്റിലായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് 29 ആയിരിക്കും. ഈ മാസം തന്നെ ആയിരിക്കും ലോഞ്ചും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളാണ് സൈഡിൽ വരുന്നത്. പക്ഷേ നമുക്കൊരു ഗ്ലാസി ബിൽഡ് പോലുള്ള ഒരു ഫീലും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ആ ഒരു രീതിയിലൊരു മാറ്റ് ഫിനിഷും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുപോലെ നമുക്കിനകത്ത് 3.5 mm ഓഡിയോ ജാക്കും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് പഞ്ച് ഹോൾ കട്ടൗട്ടാണ് വരുന്നത്. നമുക്ക് സൈഡിലായിട്ട് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ തൊട്ട് മേലായിട്ട് വോളിയം റോക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. ബോട്ടം സൈഡിലായിട്ട് നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്ന സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നത് 183 ഗ്രാമാണ് വരുന്നത്. അതുപോലെ നമുക്ക് 8.2 mm തിക്നെസ്സും കാര്യങ്ങളാണ് വരുന്നത്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡലാണ്. അതുപോലെ കുറച്ച് തിക്നെസ് കൂടുതലാണ്, കുറച്ച് കട്ടി കൂടുതലായിരിക്കും ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ബിൽഡും കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബിൽഡും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റ് ആണ്. അതായത് മീഡിയാടെക് ഹീലിയോ G85 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 680 ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ലൈനപ്പിൽ വരുന്ന ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മുടെ മീഡിയാടെക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു G85 എന്ന് പറയുന്ന ചിപ്സെറ്റ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 കിട്ടുന്നുണ്ട്. ബേസ് മോഡൽ റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 4 GB ആണ്. അതുപോലെ നമുക്ക് 128 GB സ്റ്റോറേജ് വേരിയൻ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് 6 GB അവൈലബിൾ ആണ്. പിന്നെ 128 GB സ്റ്റോറേജ് വേരിയൻ്റ് അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു മോഡൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു മോഡൽ കൊണ്ടുവരുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD പാനലാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമുക്ക് 90 Hz ആണ് മാക്സിമം റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്ക് 576 Hz ടച്ച് സാമ്പിളിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഈ ഒരു രീതിയിലാണ് ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു ഡീസൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 4G ആണ് സപ്പോർട്ട് ആവുന്നത്. ഇത് 5G സ്മാർട്ട് ഫോൺ അല്ല, 4G സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ നമുക്കിത് Wi-Fi 5 ആണ് വരുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് 5.1 വരുന്നുണ്ട്. ക്യാമറ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ 2 MB ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ 2 MB മാക്രോ ലെൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 8 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് 1080p and 30 FPS വരെയാണ്. നമ്മളിപ്പോൾ 2023 ഞാൻ പ്രതീക്ഷിച്ചു ഒരു 60 FPS വരെ കൊണ്ടുവന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്കിപ്പം 1080p and 30 FPS വരെയാണ് സപ്പോർട്ട് ആവുന്നത്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഡീസൻറ്റ് ലെവലിലായിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 10 വാട്ടിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോഴും വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. അപ്പം ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് അത് മാത്രമാണ്. ബാക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് പഴകിയതാണ്. എന്നാലും ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ചിപ്സെറ്റാണ് കിട്ടുക. ഇനിയിപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 680 ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താ പറയുക കുറച്ചും കൂടെ ഡൗൺ സൈഡിലായിരിക്കും ഈ ഒരു ചിപ്സെറ്റ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏതായാലും ഓക്കെ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ഇത് ലോഞ്ച് ചെയ്യട്ടെ. എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അപ്പം അറിയാം. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.